ഈ ചാപ്റ്ററിലെ അവസാനത്തെ 3 മെയിൻ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. എയ്ഡ്സ്, ക്യാൻസർ ആൻഡ് ഡ്രഗ്സ്. ഈ എയ്ഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, എയ്ഡ്സുമായി ബന്ധപ്പെട്ടുള്ള വൈറസ് അല്ലേ, ഒരു റിട്രോ വൈറസ് ആണ്, HIV ആണ് അല്ലേ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. അപ്പോൾ അവയെ സംബന്ധിച്ചോളം അവരുടെ RNA DNA ആയിട്ട് മാറണം. അതിന് സഹായിക്കുന്ന അറിയാമല്ലോ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ്. ആ പ്രോസസ്സാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ. നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുക, നമ്മുടെ T ലിംഫോസൈറ്റുകളുടെ എണ്ണം എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവരുടെ ലൈഫ് സൈക്കിൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. ക്യാൻസർ അല്ലേ, ക്യാൻസറിൻ്റെ അണ്ടറിലാണ് നമ്മൾ ട്യൂമറൊക്കെ പഠിച്ചിട്ടുള്ളത്. 2 തരത്തിലുള്ള ട്യൂമർ ഉണ്ടല്ലോ, നോർമലായിട്ടുള്ള ബെനിഗൻ ട്യൂമർ ഉണ്ട്, അതൊക്കെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഈ പറയുന്ന മാലിഗ്നൻ ട്യൂമർ ഉണ്ട്. ഈ ട്യൂമർ സെല്ലുകളുടെ സ്പ്രെഡിങ് കപ്പാസിറ്റിയാണ് മെറ്റാസ്റ്റാസിസ്, ഓർത്തിരിക്കണം. അപ്പോൾ തന്നെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട് അല്ലേ, ബയോപ്സി ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട് അല്ലേ. അത്തരത്തിലുള്ള ആ ടെസ്റ്റുകളുടെ പേര് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡയഗ്നോസ്റ്റിക്കിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതൊക്കെയാണ് ഈ പറയുന്ന തെറാപ്പികളുണ്ട്. കീമോതെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോ തെറാപ്പി ഉണ്ട് അല്ലേ, അവിടെ സർജറി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇമ്മ്യൂണോ തെറാപ്പിയിലാണ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ വരുന്നത്. അതാണ് ഇത് ഈ പറയുന്ന ഇൻ്റർഫെറോണുകൾ, ആൽഫ ഇൻ്റർഫെറോണുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രഗ്സ് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. സ്റ്റിമുലൻസുകളുണ്ട്, ഡിപ്രസൻറ്റുകൾ ഉണ്ട്, ഹാലൂസിനോജനുകളുണ്ട്. അതിനൊക്കെ തന്നെ ഈ കൊക്കെയിൻ പോലുള്ള അത്തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പം മെയിനായിട്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യത 3 പ്ലാന്റുകളുടെ പേരാണ്. പോപ്പി പ്ലാന്റ് അല്ലേ, പപ്പവർ സൊംനിഫെറം ഓർത്തിരിക്കുക. കൊക്ക പ്ലാന്റ് അല്ലേ, എർത്രോസൈലം കൊക്ക. ഹെമ്പ് പ്ലാന്റ് ഉണ്ട് അല്ലേ, കന്നബിസ് സറ്റൈവ എന്നൊക്കെ പറയുന്ന പ്ലാന്റുകൾ. ആ പേരുകളൊന്ന് ഓർത്തിരിക്കുക. എങ്ങനെയാണ് അത് അഡോളസൻസിൽ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ക്ലിയർ?